ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചവ്വരിയും തേങ്ങയും വെച്ച് നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മതി വരില്ല. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറയെ ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ടാണ് ഇത് നല്ല പോലെ ചൂടാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു പകുതി ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ തന്നെ വെച്ചിരിക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനിവിടെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു പകുതി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചെറിയ ചൂടോടുകൂടി ഇത് പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും റവയൊക്കെ പൊടിച്ചെടുക്കുന്ന അതുപോലെ തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്പൂൺ കൊണ്ട് കോരി കാണിക്കുന്നുണ്ട് ഇത് എത്രത്തോളം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ നമ്മുടെ പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു ചവ്വരി പൊടിച്ചെടുത്ത അതേ മിക്സിയുടെ ജാറ് തന്നെ ഞാനിവിടെ വീണ്ടും എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 250 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് അളവിൽ കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത കപ്പലണ്ടിയാണ് വേണ്ടത്. അതും ഇതുപോലെ നന്നായിട്ട് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 1/2 കപ്പ് അളവിലുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് അളവിൽ പാൽപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മധുരം ഓരോരുത്തർക്കും ആവശ്യമുള്ള രീതിയിൽ കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടിയും അതുപോലെ ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാനിതിൽ ഓണാക്കാൻ വിട്ടുപോയതാണ്. ഞാനിവിടെ ആദ്യം തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാച്ചിയ പാല് ഒന്ന് പകുതി ചൂടാറിയതിനു ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ പാലെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ടാണ് ഒഴിച്ചെടുക്കുന്നത്. ഇത് കുറച്ച് ടൈറ്റായിട്ട് കയ്യിലൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള പാലൊഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു 1/4 കപ്പോളം പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതവിടെ കറക്റ്റ് പരുവത്തിനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ വലിപ്പത്തിലൊക്കെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ നന്നായിട്ട് കനം കുറഞ്ഞ രീതിയിൽ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും. അതിനായിട്ടാണ് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുന്നത്. ഇതിൽ നിന്ന് ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ആദ്യം ബോൾ ഷേപ്പിലാക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇതുപോലെ ഞാനിവിടെ എല്ലാം ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ ചെറുതായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ ഇതിൻ്റെ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും, അകം വേവുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഇത് ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ ഇപ്പോൾ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് എടുത്ത് മാറ്റാം. പിന്നെ ഉള്ളത് അതിൻ്റെ ഒരു സൈഡ് മാത്രമേ വെന്തിട്ടുള്ളൂ. അപ്പോൾ ഓരോന്ന് വെന്തത് എടുത്ത് മാറ്റുകയും ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വേവാത്തതൊന്ന് കൂടെ തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇതെല്ലാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അധികം എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൻ്റെ പുറം ഭാഗം കാണുമ്പോൾ നല്ല ക്രിസ്പിയും അതുപോലെ അകം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു കിടിലൻ പലഹാരമാണ്.
ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.